മാറി. അതേപോലെ വ്യത്യാസം. നമ്മളെ ഇത്രയും നാൾ ഇസ്രായേലിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിക്കുന്ന ഒരു രാജ്യമായിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേജർ സപ്ലയറോടാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫ്രാൻസ്, റഷ്യ, US, ഈ രാജ്യങ്ങൾക്ക് പുറമെ ഏറ്റവും അധികം നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തുടർച്ചയായിട്ട് കോൺസിസ്റ്റൻ്റായിട്ട് ഇല്ല, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളിലൊന്നും ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ നമുക്ക് ആയുധങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും ആയുധങ്ങൾ അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ. കാരണം ഇസ്രായേൽ ടെക്നോളജിയിലും അതുപോലെ തന്നെ ഇന്നോവേഷനിലൊക്കെ വളരെ മുമ്പിലുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യത്തിൽ നിന്ന് നമ്മൾ ആയുധങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിരിച്ച് നമ്മൾ ഇസ്രായേലിന് ആയുധം വിൽക്കുന്ന ഒരവസ്ഥയിലൊക്കെ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറിയിട്ടുണ്ട്. ഇന്ത്യ സെറ്റ് ടു എക്സ്പോർട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺ സിസ്റ്റം ഇസ്രായേലിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഏകദേശം അതിനുള്ള ധാരണയായിട്ടുണ്ട്. ഗ്ലോബൽ ഡിഫൻസ് ടെക്നോളജിയിലെ ഒരു ലീഡറാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടെക്നോളജിയിലും ഇന്നോവേഷനിലും അത്യാധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകളിലും ഒക്കെ തന്നെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും ഒരു ടോപ്പ് സപ്ലയർ കൂടാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇന്ത്യക്ക് ഇപ്പോൾ ഇസ്രായേലിന് ആയുധം കൊടുക്കാനുള്ളൊരു അവസരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്ത് ഈ പറഞ്ഞ ഡിഫൻസ് സെക്ടറിൽ വൻതോതിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള ഈ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ വെപ്പൺ മാനുഫാക്ചറിങ് ഡിഫൻസ് സെക്ടർ എന്നാണ് പറയാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് നല്ല പുരോഗതി നമ്മൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പം ഇസ്രായേലിൽ നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരു റോക്കറ്റ് ലോഞ്ച് സിസ്റ്റമാണ്. റോക്കറ്റ് ലോഞ്ച് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളൊന്നും ഇതുവരെ വെളിവായിട്ടില്ല. ഒരുപക്ഷെ അതൊരു ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു എന്താണ് പറയുന്നത് കരാറ് ഫൈനലൈസ് ചെയ്തിട്ടില്ല. അതിൻ്റെ സംഭാഷണങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ നടക്കുന്നതായിരിക്കും. ഏകദേശം 300 കിലോമീറ്റർ വരെ റേഞ്ചുള്ള റോക്കറ്റ് ലോഞ്ച് സിസ്റ്റമാണ് നമ്മൾ ഇസ്രായേലിന് കൊടുക്കാൻ സാധ്യതയുള്ള എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ഒരു ലോങ്ങസ്റ്റ് റേഞ്ച് റോക്കറ്റ് ലോഞ്ച് സിസ്റ്റമാണ്. റോക്കറ്റല്ല, മിസൈലല്ല, റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞത്. റോക്കറ്റൊക്കെ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റം. ഏകദേശം 1400 കോടി രൂപയുടെ ഒരു ഡീലായിരിക്കാം ഇത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ. 1400 കോടി രൂപയുടെ ഡീൽ എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു എന്താണ് പറയുന്നത് ഡീലാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള ഈ പറഞ്ഞ ഡിഫൻസ് മാനുഫാക്ചറിങ്ങിനെ സംബന്ധിച്ചും വലിയൊരു ഉണർവായിരിക്കും. കാരണം ഇത്രയും വലിയൊരു ഡീൽ കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ മേഖല വളരെ ഫാസ്റ്റായിട്ട് വളരെ ദ്രുതഗതിയിൽ അക്സിലറേറ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ഡിഫൻസ് മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ സെക്ടർ എന്ന് പറഞ്ഞാൽ. നമ്മളിത് എക്സ്പോർട്ട് ചെയ്യുക മാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ ആംഡ് ഫോഴ്സിന് വേണ്ട ഇന്ത്യൻ ആർമിക്കും എയർഫോഴ്സിനും ഒക്കെ തന്നെ ആവശ്യമായിട്ടുള്ള കസ്റ്റമൈസ്ഡ് അല്ലെങ്കിൽ ടൈലർ മെയ്ഡ് എന്നൊക്കെ നമുക്ക് പറയാം. അവർക്ക് അനുയോജ്യമായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ആർമിക്കോ അല്ലെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിനോ ഒക്കെ അനുയോജ്യമായിട്ടുള്ള സിസ്റ്റംസ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഏത് രാജ്യമായാലും അവർ എക്സ്പോർട്ട് ചെയ്യുന്ന വെപ്പൺസ് തീർച്ചയായിട്ടും അതിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് അവരതിൽ നൽകത്തില്ല. ഉദാഹരണത്തിന് ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് റഫേൽ മേടിക്കുമ്പോഴോ അല്ലെ ഇന്ത്യ റഷ്യയിൽ നിന്ന് S-400 മേടിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് ഇസ്രായേലിൽ നിന്നൊരു സിസ്റ്റം നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ, അമേരിക്കയിൽ നമ്മൾ സിസ്റ്റം മേടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം F-35 നമ്മളിപ്പോൾ അമേരിക്കയിൽ നിന്ന് മേടിക്കാൻ ധാരണയായിരിക്കട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും അവർ നമുക്ക് തരുന്ന പ്രോഡക്ട്സിൻ്റെ അല്ലെങ്കിൽ വെപ്പൺസ് അവർ അവർ അവരുടെ ഡിഫൻസ് അല്ലെങ്കിൽ ആ രാജ്യം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ലഭ്യമായിട്ടുള്ള മൊത്തം ഫീച്ചേഴ്സ് അത് ഇൻക്ലൂഡ് ചെയ്തില്ല. തീർച്ചയായിട്ടും അല്ല, എക്സ്പോർട്ട് വേർഷൻ മാത്രമായിരിക്കും. വളരെ പരിമിതമായിട്ടുള്ള ചില ഫീച്ചേഴ്സ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ബ്രഹ്മോസ് നമ്മൾ ഫിലിപ്പീൻസിനോ അല്ലെങ്കിൽ വിയറ്റ്നാമിനോ ഒക്കെ കൊടുക്കുമ്പോൾ തന്നെ നമ്മളത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഫീച്ചേഴ്സ് എന്തെല്ലാം ഉണ്ടോ അത്രയും ഫീച്ചേഴ്സ് അത് ഇൻക്ലൂഡ് ചെയ്തിരുന്നില്ല. അതെല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പം ഇത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. എക്സ്പോർട്ടിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതല്ല, പക്ഷേ നമ്മുടെ ഇന്ത്യൻ ആംഡ് ഫോഴ്സിന്, അതായത് ഇന്ത്യൻ ആർമിക്കും ഇന്ത്യൻ എയർഫോഴ്സിനും അതുപോലെ തന്നെ നേവിക്ക് പര്യാപ്തമായിട്ടുള്ള
ആയുധങ്ങൾ എന്താണോ അതെല്ലാം കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിൽ നിർമ്മിക്കുന്ന, നമ്മുടെ ആഭ്യന്തരമായി നിർമ്മിക്കുന്ന ഡിഫൻസ് പബ്ലിക് സെക്ടർ യൂണിറ്റ്സിൽ ഇപ്പോൾ DRDO അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അതുപോലുള്ള സ്ഥാപനങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെ പ്രൈവറ്റ് മേഖലയിലും ചെറുതും വലുതായിട്ടുള്ള ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അവരെല്ലാം തന്നെ നമ്മുടെ ഇന്ത്യൻ ആംഡ് ഫോഴ്സിന് അനുയോജ്യമായിട്ടുള്ള ആയുധങ്ങളും അല്ലെങ്കിൽ വെപ്പൺ സിസ്റ്റവും മാനുഫാക്ചർ ചെയ്ത് ഉൽപ്പാദിപ്പിച്ച് നൽകുന്നുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് നമുക്കിപ്പോൾ കാരണം ഇപ്പം ഡ്രോണുകൾ വന്നതോടുകൂടി യുദ്ധത്തിൻ്റെ മൊത്തം ഡയമെൻഷനും അല്ലെങ്കിൽ പാറ്റേണും ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിനകത്തിൽ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോൺസിൻ്റെ ഡെവലപ്മെൻറ്റ് വേണ്ടിയാണ്. ഇന്ത്യൻ ആർമിക്ക് എയർ ലോഞ്ച്ഡ് ഡ്രോൺസ്, അതായത് ഹെലികോപ്റ്റേഴ്സിൽ നിന്നും ഒക്കെ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡ്രോൺസ്, ഏകദേശം 50 കിലോഗ്രാമിൻ്റെ എക്സ്പ്ലോസീവ് ക്യാരി ചെയ്യാൻ സാധിക്കുന്ന ഡ്രോൺസ് ഇന്ത്യൻ ആർമി ഈ സെറ്റ് റിസീവ് എന്നാണ്. കാരണം ഏകദേശം എന്നിട്ട് നമ്മൾ ആഭ്യന്തരമായി വികസിപ്പിക്കുന്ന ഡ്രോണുകൾ തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിനും എയർ ലോഞ്ച് സ്വാം ഡ്രോൺസ് പറഞ്ഞാൽ നമ്മൾ വളരെയധികം എണ്ണത്തിൽ കൂടുതൽ ഒരു സിസ്റ്റത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഒറ്റ ലോഞ്ചിൽ തന്നെ ഒത്തിരി ഡ്രോൺസുകൾ ലോഞ്ച് ചെയ്യുന്നതിനാണ് സ്വാം ഡ്രോൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ നമുക്കെതിരെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കോൺഫ്ലിക്റ്റ് നിലനിന്നപ്പോൾ പാകിസ്ഥാൻ നമുക്കെതിരെ സ്വാം ഡ്രോൺസ് വളരെയധികം എണ്ണത്തിൽ കൂടുതൽ ഒരേ സമയം തന്നെ ഡ്രോണുകളെ ലോഞ്ച് ചെയ്യുന്ന സിസ്റ്റമാണ്. അപ്പോൾ അത് മൾട്ടിപ്പിൾ ഡ്രോൺസ് സൈമിൾട്ടേനിയസ്ലി ഒരേ സമയത്ത് തന്നെ ലോഞ്ച് ചെയ്യുന്ന സിസ്റ്റമാണ് സ്വാം ഡ്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ എയർഫോഴ്സും എയർ ലോഞ്ച്ഡ് സ്വാം ഡ്രോൺസിന് വേണ്ടി കാത്തിരിക്കുകയാണ് അത് കിട്ടാൻ വേണ്ടി. അപ്പം ഈ സ്വാം ഡ്രോൺസിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അത് എനിമിക്ക് അത് ഇൻ്റർസെപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യാനും വളരെ പ്രയാസമായിരിക്കും. കാരണം വളരെ തേനീച്ച ഒക്കെ കൂട്ടിൽ നിന്ന് തേനീച്ച കൂട്ടിൽ നിന്നും അതിനെ പുറത്തേക്ക് വരത്തില്ല, സ്വാം എന്ന് നമ്മൾ പറയുന്നത്. വളരെ എണ്ണം കൂടുതലായിരിക്കുന്നുണ്ട്. നമുക്ക് അതിനെ അറ്റാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് പ്രതിരോധിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ സൂയിസൈഡൽ ഡ്രോൺസും നമ്മുടെ ഇന്ത്യൻ ഈ പറഞ്ഞ ഡിഫൻസ് സെക്ടറിലുള്ള കമ്പനികൾ നിർമ്മിക്കുന്നുണ്ട്. ഈ സൂയിസൈഡൽ ഡ്രോൺസ് എന്ന് പറഞ്ഞാൽ ഈ ഡ്രോൺസിനൊക്കെ 8000 അടി മുകളിൽ വരെ പറന്നെത്തുവാനും അത് കൃത്യമായിട്ട് എനിമി ടാർഗറ്റ്സിനെ ഡിറ്റക്ട് ചെയ്തിട്ട് അതിനെ അറ്റാക്ക് ചെയ്യാനും സാധിക്കുന്നതാണ് സൂയിസൈഡ് ഡ്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രോൺസിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഡ്രോൺസ് മേഖലയിലും ഇന്ത്യ വളരെ സാങ്കേതികപരമായിട്ടുള്ള എന്താണ് പറയുന്നത് ഒരു വൈദഗ്ധ്യം നമ്മൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഇന്ത്യൻ ആംഡ് ഫോഴ്സിനും ഇന്ത്യൻ എയർഫോഴ്സിനും ഒക്കെ തന്നെ, ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സും ഒക്കെ തന്നെ അത് കൂടുതലായിട്ട് എന്താണ് പറയുന്നത് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ സ്വന്തമാക്കാനുമുള്ള താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുകയും അത് തീർച്ചയായിട്ടും സപ്ലൈയും അതിൻ്റെ നടക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇന്ത്യൻ ഡിഫൻസിൻ്റെ എക്സ്പോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 2013-14 കാലഘട്ടത്തിൽ ഏകദേശം 686 കോടി രൂപയുടെ എക്സ്പോർട്ടായിരുന്നു നമ്മൾ ഇന്ത്യ നടത്തിയത്. 13-14 ഏകദേശം 10 വർഷം മുമ്പ്, ഒരു ദശാബ്ദക്കാലത്തിന് മുമ്പ്. 23-24 ആയപ്പോഴത്തേക്ക് ഇത് 23,622 കോടിയായിട്ട് ഏകദേശം 34 എന്ന് പറയുന്നത് മടങ്ങ് വർധനമുണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡിഫൻസ് പ്രൊഡക്ഷൻ, ഡൊമസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള ഡിഫൻസ് പ്രൊഡക്ഷനും 46,429 കോടിയായിരുന്നു 14-15. അത് 23-24 ആയപ്പോഴത്തേക്ക് ഏകദേശം 10 വർഷത്തിനുള്ള 1,27,000 അല്ലെങ്കിൽ 1.27 ലക്ഷം കോടി കൈവരിക്കാൻ സാധിച്ചു. ഏകദേശം 174% വർധനമുണ്ടായിട്ടുണ്ട് ഡൊമസ്റ്റിക് ഡിഫൻസ് പ്രൊഡക്ഷനിൽ. എക്സ്പോർട്ടിൻ്റെ കാര്യമാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. 2013-14 686 കോടി രൂപയിൽ നിന്നും 23-24 ആയപ്പോഴത്തേക്കും അത് 23,622 കോടിയിലേക്ക് നമ്മുടെ എക്സ്പോർട്ട് ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആഭ്യന്തര ഉൽപ്പാദനം 14-15 46,429 കോടി രൂപയായിരുന്നു. അത് ഇപ്പോൾ 23-24 ആയപ്പോഴത്തേക്ക് 1,127 ലക്ഷം കോടിയിലേക്ക് നമുക്കത് കൊണ്ടെത്തിക്കാൻ, അതായത് 174% വളർച്ച കൈവരിക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പം ആഭ്യന്തരമായിട്ട് ഈ മേഖല വളരെ വലിയ തോതിലുള്ള വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രൈവറ്റ് സെക്ടറിലൊക്കെ ഇപ്പം ചെറുതും വലുതായിട്ടുള്ള ഒത്തിരി ഇതുപോലെ എന്താ പറയുക ഡിഫൻസ് പ്രൊഡക്ഷൻ യൂണിറ്റ്സുകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം വമ്പൻ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, അല്ലെങ്കിൽ നമുക്ക് പറയാവുന്ന ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഭാരത് ഹെവി ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. അതൊക്കെ പബ്ലിക് സെക്ടർ യൂണിറ്റ്സിലുള്ളതാണ്. പ്രൈവറ്റ് സെക്ടറിലെ ടാറ്റയുടെയും L&Tയുടെയും റിലയൻസിൻ്റെ ഒക്കെ തന്നെ നേതൃത്വത്തിൽ വലിയ മാനുഫാക്ചറിങ് കമ്പനീസ് ഉണ്ട്. പിന്നെ അതിന് താഴെയുള്ള ചെറിയ ഇപ്പോൾ ഡ്രോൺസ് മാത്രമായിട്ട് നിർമ്മിക്കുന്ന കമ്പനികൾ, അല്ലെങ്കിൽ ഈ കമ്പനികൾക്കൊക്കെ വേണ്ട പാർട്സ്, സ്പെയർസ്, കമ്പോണൻസ് ഒക്കെ നിർമ്മിക്കുന്ന കമ്പനികൾ. അങ്ങനെ വലിയൊരു ഇക്കോ സിസ്റ്റമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ ഏകദേശം ഒരു നല്ലൊരു ശതമാനവും
നമ്മൾ ആഭ്യന്തരമായി വികസിപ്പിച്ച ആയുധങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പം ഈ പറഞ്ഞ ആയുധങ്ങളുടെ നമ്മൾ കണ്ടാണ് ബാറ്റിൽ ഫീൽഡ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ബാറ്റിൽ ഫീൽഡ് പെർഫോമൻസ് അത് ലോകത്തെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചു കളഞ്ഞു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ചൈനയും അമേരിക്കയും അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളെയൊക്കെ തന്നെ ശരിക്കും അവർക്കൊരു ഷോക്കായിരുന്നു. റഷ്യ പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് അത് വലിയൊരു എന്താണ് പറയുന്നത്, അവരെ സംബന്ധിച്ച് വലിയൊരു എൻകറേജ്മെൻ്റ് ആയിരുന്നു. കാരണം റഷ്യയുടെയും കൂടെ സഹായത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെയൊക്കെ സഹായത്തോടുകൂടി നമ്മൾ നിർമ്മിച്ച ആയുധങ്ങൾ കൂടുതൽ പ്രഹരശേഷിയുള്ളതാണെന്ന് നമുക്ക് തെളിയിക്കുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുതന്നെ ബ്രഹ്മോസിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഇന്ത്യയും റഷ്യയും തമ്മിൽ അത് ഒരുമിച്ച് എന്താണ് പറയുന്നത് പങ്കാളികളായിട്ടുള്ള ഒരു സംരംഭമാണ് ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ശേഷം ഈ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ബ്രഹ്മോസിൻ്റെ എഫിഷ്യൻസി ശരിക്കും പ്രൂവ് ചെയ്യപ്പെടുകയാണ് അതിനകത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം റഷ്യ നമുക്ക് ഇതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള ടെക്നോളജിക്കൽ സപ്പോർട്ട് തരാമെന്ന് ഏറ്റിട്ടുണ്ട്. DRDO ആണിത് പിന്നെ ഈ പറഞ്ഞ പുതിയ മിസൈലിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് DRDO ആണ്. അപ്പോൾ അതിന് ഏകദേശം 800, ഇപ്പോഴത്തെ ബ്രഹ്മോസിന് ഏകദേശം 200 അല്ലെങ്കിൽ 300 കിലോമീറ്റർ റേഞ്ച് മാത്രമേ ഉള്ളൂ. അതിനെ അപ്ഗ്രേഡ് ചെയ്ത് ഒരു 800 കിലോമീറ്ററോളം പിന്നെ എന്താണ് പറയുന്നത് റേഞ്ച് കൂട്ടാൻ വേണ്ടി DRDO ഓൾറെഡി അതിൻ്റെ ടെസ്റ്റിങ്ങും അല്ലെങ്കിൽ എന്താണ് പറയുന്നത് അതിൻ്റെ ഈ ഇന്നവേഷൻസ് എന്താണ് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം റഷ്യയുമായിട്ട് നമ്മൾ ഫർദറായിട്ടുള്ള എഗ്രിമെൻ്റ് ഫൈനലൈസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 1000 കിലോമീറ്റർ വരെ ഇതിൻ്റെ റേഞ്ച് കൂട്ടത്തക്ക രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺ സിസ്റ്റം നമ്മൾ ഒരു പാതയിലൂടെ നമ്മൾ വളരെ ശക്തമായിട്ട് മുന്നേറുമ്പോൾ ഇപ്പോൾ ലോകത്താകമാനം ഗ്ലോബൽ ഇക്കണോമിക് സ്പോട്ട്ലൈറ്റ് എന്നല്ല എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് സമ്പദ് വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന എല്ലാ സെക്ടറും അപ്പം അതിനകത്തിലെ മൊത്തം സമ്പദ് വ്യവസ്ഥയിലെ ഒരു സെക്ടറാണല്ലോ ഡിഫൻസ് അല്ലെങ്കിൽ എന്താണ് പറയുന്നത് പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഈ ആംസിൻ്റെയും വെപ്പൺസിൻ്റെയും ഒക്കെ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എല്ലാം ഇന്ന് വളരെ വ്യാപകമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ IMFൻ്റെ ഒരു ലേറ്റസ്റ്റ് സ്റ്റഡിയിൽ തന്നെ പറയുന്നത് പറഞ്ഞാൽ അമേരിക്കയുടെയും ചൈനയുടെയും ഒക്കെ തന്നെ സമ്പദ് വ്യവസ്ഥകൾ ഏറ്റവും കൂടുതൽ ഇനിയും ഭാവിയിൽ വളർച്ച നേടാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നതിൽ കൂടിയായിരിക്കും. അപ്പോൾ അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് അടുത്തൊരു ദശാബ്ദക്കാലം അമേരിക്കൻ എക്കോണമിക്ക് 5.6% വളർച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രം കൈവരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചൈനയ്ക്ക് ഏകദേശം 3.5% നേട്ടം അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കൂടെ മാത്രം അവർക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ് IMFൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം അമേരിക്കയും ചൈനയും തമ്മിലുള്ള കോമ്പറ്റീഷൻ എല്ലാ മേഖലകളിലും വളരെ സ്ട്രോങ് ആണ്. എന്താണ് പറയുന്നത് മത്സരം വളരെ ശക്തമായിട്ട് നിലനിൽക്കുകയാണ്. വളരെ എന്താണ് പറയുന്നത് നെക്ക് ടു നെക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പല മേഖലകളിലും അമേരിക്ക വളരെ പുറകിലാണ്, ചില മേഖലകളിലൊക്കെ അമേരിക്ക വളരെ മുൻപിലുമാണ്. എന്നിരുന്നാൽ തന്നെയും ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മത്സരം വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ഹൈ ടെക്നോളജി ഏരിയാസ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ വളരെ കടുത്ത മത്സരം നിലനിൽക്കുന്നുണ്ട്. അപ്പം ചൈനയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലുള്ള ഡോമിനൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയുടെ ഒരു അപ്പർ ഹാൻഡ് അമേരിക്കയെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാരണം ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും ടെക്നോളജിയുടെ കാര്യത്തിലൊക്കെ തന്നെ മുൻപന്തി നിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക. പക്ഷേ ചൈന വളരെ ഇഞ്ചിങ് ക്ലോസർ അടുത്തടുത്ത് വരുന്നുണ്ട്. പല മേഖലകളിലും അമേരിക്കയെ പുറന്തള്ളി ചൈനയാണ് ഇപ്പോൾ പല മേഖലകളും കൈയടക്കി വെച്ചിരിക്കുന്നത്. അവരുടെ ഡീപ് സീക്ക് AI പോലുള്ള പ്ലാറ്റ്ഫോം വന്നതിന് ശേഷം അമേരിക്കയ്ക്ക് കടുത്ത മത്സരവും അല്ലെങ്കിൽ കടുത്ത ആശങ്ക അല്ലെങ്കിൽ ഭീഷണിയാണ് ചൈനയുടെ ഭാഗത്തുനിന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹൈ ടെക്നോളജി ഏരിയയിൽ നിന്നൊക്കെ നേരിടേണ്ടി വരുന്നത്. അമേരിക്കൻ ടെക് ലീഡേഴ്സ് പ്രത്യേകിച്ച് ഈ ടെക്നോളജി കമ്പനികളുടെയൊക്കെ CEOs ആയാലും അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ ഈ ചൈനയെ കൂടുതൽ പ്രത്യേകിച്ച് ചൈനയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഡ്വാൻസ്മെൻറ്റിനെ കൂടുതൽ ആശ്രയിക്കാതെ അമേരിക്കയ്ക്ക് സ്വന്തമായിട്ടുള്ള ഈ പറഞ്ഞ ടെക്നോളജിയിൽ അപ്പർ ഹാൻഡ് ലഭിക്കാൻ വേണ്ടി എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ട്രംപിൻ്റെ വരവിന് ശേഷം അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ഒക്കെ അമേരിക്കയെ ബേസ് ചെയ്ത് നടക്കുന്നുണ്ട്. കാരണം ചൈന വളരെ ഒന്നുകിൽ അമേരിക്കയായിട്ട് തുല്യമായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ വളരെ തൊട്ടുപുറകിൽ തന്നെ ഉണ്ട് ചൈന എന്ന് പറയുന്ന രാജ്യം. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹൈ ടെക്നോളജി ഏരിയസ് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും
ഡിഫൻസിൻ്റെ അല്ലെങ്കിൽ മിലിറ്ററിയെ കൂടുതൽ അവർക്ക് മോഡേണൈസ് ചെയ്യാനും ഹൈ ടെക്നോളജി ഒരു വെപ്പൺ സിസ്റ്റമാക്കി മാറ്റി എടുക്കാനും ചൈനയ്ക്ക് സാധിക്കുമല്ലോ തീർച്ചയായിട്ടും. അപ്പം ഗ്ലോബൽ ഒരു എന്താണ് പറയുന്നത്, അമേരിക്ക ചൈന ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഒരു സാധ്യത നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അമേരിക്കക്ക് കൂടുതൽ എന്താണ് പറയുന്നത് ഒരു ഹെഡേക്ക് അല്ലെങ്കിൽ തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ട്രംപ് വന്നതിന് ശേഷം ട്രംപ് വളരെ കടുത്ത തീരുമാനങ്ങൾ ചൈനയ്ക്കെതിരെ എടുക്കുകയും, അല്ലെങ്കിൽ അത് സാമ്പത്തികമായിട്ടുള്ള മേഖലയാണെങ്കിൽ തന്നെയും അതിൻ്റെ പിന്നെ പ്രതിഫലനങ്ങൾ ഈ പറഞ്ഞ മേഖലകളെയൊക്കെ തന്നെ ബാധിക്കും അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ള ഒരു വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് ഇത് ഇതിൻ്റെ കൂടെ പറയുന്നുള്ളൂ, കാരണം ചൈനയുടെയും അമേരിക്കയുടെയും കാര്യം നമ്മൾ ഇതുമായിട്ട് ജസ്റ്റ് ഒന്ന് എന്താണ് പറയുന്നത് കണക്ട് ചെയ്യുന്നുള്ളൂ. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ എത്രത്തോളം ഇനി അതിൻ്റെ റിലവൻസ് പ്രാധാന്യം ഒക്കെ തന്നെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യത്തിന് തീർച്ചയായിട്ടും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ ഡിഫൻസിലായാലും ശരി, നമ്മളുടെ ആംഡ് ഫോഴ്സിലായാലും ശരി, അല്ല നമ്മുടെ വെപ്പൺ മാനുഫാക്ചറിങ് സെക്ടറിലായാലും ശരി, വെപ്പൺ സിസ്റ്റത്തിലായാലും ശരി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നമുക്ക് സ്വയം നിർമ്മിച്ചെടുക്കുവാൻ സാധിക്കുമെങ്കിൽ അതിന് തീർച്ചയായിട്ടും നമ്മൾ എന്താണ് പറയുന്നത് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടതാണ്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ മറ്റ് രാജ്യങ്ങളെ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് പിന്നെ അനുകൂലമായിട്ടുള്ള സാഹചര്യമായിരിക്കത്തില്ല സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ ഈ ചൈനയുടെ ഡീപ് സീക്ക് പോലെ, അല്ലെങ്കിൽ മറ്റേ അമേരിക്കൻ സൈഡിലുള്ള ചാറ്റ് GPT അതുപോലുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ള ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെക്കാനിസം നമുക്ക് നിർമ്മിച്ചെടുക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന് വളരെ പ്രയോജനപ്രദമായിരിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളതും അതൊരു സത്യസന്ധമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ ഈ മേഖലകളിലൊക്കെ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. വളരെ പുരോഗതി പല മേഖലകളിലും നമ്മൾ കൈവരിച്ചിട്ടുണ്ട്, കൂടുതൽ പുരോഗതി നമ്മൾ കൈവരിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇനിയും ഈ ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഇപ്പോഴത്തെ എന്താണ് പറയുക നമ്മുടെ ഒരു മൂവ് അല്ലെങ്കിൽ യാത്ര എന്ന് പറഞ്ഞാൽ ഓൺ ദ റൈറ്റ് പാത്ത് അല്ലെങ്കിൽ റൈറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഇസ്രായേൽ പോലുള്ള രാജ്യം നമ്മുടെ ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ കൈകളിൽ നിന്നും അത്യാധുനികമായിട്ടുള്ള വെപ്പൺ സിസ്റ്റം മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യ പരിഗണനീയമായിട്ടുള്ള ഒരു രാജ്യമായി മാറി ഗ്ലോബൽ ആംസ് മാർക്കറ്റിൽ എന്ന് തെളിയിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. ടിൽ ദെൻ ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ്.